ഒരു പന്ത്, ഒരു ലോകം. ലോകകപ്പ് വിശേഷങ്ങൾ. ലോകം ഒരു ഫുട്ബോളിലൂടെ ഒന്നിക്കുമ്പോൾ ലോകകപ്പ് പോരാട്ടങ്ങളുടെ അവലോകനവുമായി റേഡിയോ മാറ്റുലി നിങ്ങളോടൊപ്പം. ഒരു പന്ത്, ഒരു ലോകം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ഐ മത്സരത്തിൽ നോർവേയെ തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി ഫ്രാൻസ്. 1-നെതിരെ 4 ഗോളുകൾക്കാണ് ഫ്രാൻസിന്റെ തകർപ്പൻ ജയം. ആദ്യ പകുതിയിൽ ഹാട്രിക് ഗോളുമായി ഉസ്മാൻ ഡെംബലയും ഇഞ്ചറി ടൈമിൽ ഡിസയർ ദുവയുമാണ് ഫ്രാൻസിനു വേണ്ടി സ്കോർ ചെയ്തത്. 21-ാം മിനിറ്റിൽ ദലോ ഓസ്ഗാർഡാണ് നോർവേയ്ക്ക് വേണ്ടി ആശ്വാസ ഗോളും നേടിയത്. 7, 20, 32 എന്നീ മിനിറ്റുകളിലായിരുന്നു ഡെംബലയുടെ ഹാട്രിക് ഗോളുകൾ. മത്സരത്തിൽ സൂപ്പർ സ്ട്രൈക്കറായ കിലിയൻ എംബാപ്പയും എർലിംഗ് ഹാലൻഡും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം കാണാനുള്ള അവസരം ആരാധകർക്ക് നഷ്ടമായി. ഹാലൻഡ്, ക്യാപ്റ്റൻ മാർട്ടിൻ ഒഡേഗാർഡ് ഉൾപ്പെടെയുള്ള 10 മുൻനിര താരങ്ങൾക്ക് നോർവേ കോച്ച് സ്റ്റാലെ സോൾബാഗർ വിശ്രമം അനുവദിച്ചിരുന്നു. പ്രധാന താരങ്ങളെയെല്ലാം നോർവേ ബെഞ്ചിലിരുത്തിയതോടെ ഫ്രാൻസ് തുടർച്ചയായി നോർവേ ബോക്സിലേക്ക് ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. അതിന്റെ ഫലമായിരുന്നു ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ ഹാട്രിക് ഗോളുകളിലൊന്നായി ഓസ്മാൻ ഡെംബലയുടെ ഗോളുകൾ മാറിയത്. കളിച്ച 3 മത്സരങ്ങളിലും വിജയിച്ച് 9 പോയിന്റോടെ ഫ്രാൻസ് ഗ്രൂപ്പ് ഐ ചാമ്പ്യന്മാരായി നോക്കൌട്ട് കളിക്കും. തോറ്റെങ്കിലും 2ാം സ്ഥാനക്കാരായി നോർവേയും റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടി. ഫിഫ ലോകകപ്പ് ഗ്രൂപ്പ് ഐ അവസാന റൗണ്ട് പോരാട്ടത്തിൽ ഇറാഖിനെ 5 ഗോളുകൾക്ക് തകർത്തുവിട്ട് സെനഗൽ. ടൊറന്റോ സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 10 പേരുമായി ചുരുങ്ങിയ ഇറാഖിനെതിരെ ആഫ്രിക്കൻ കരുത്തരായ സെനഗൽ ഗോൾമഴ പെയ്യിച്ചു. വൻ വിജയത്തോടെ 3ാം സ്ഥാനക്കാരായി റൗണ്ട് ഓഫ് 32ലേക്ക് യോഗ്യത നേടാനുള്ള സാധ്യതകൾ സെനഗൽ സജീവമാക്കി. അതേസമയം 3 മത്സരങ്ങളിലും തോറ്റ ഇറാഖ് ടൂർണമെന്റിൽ നിന്നും പുറത്തേക്ക്. മത്സരം തുടങ്ങിയ 4-ാം മിനിറ്റിൽ തന്നെ സെനഗൽ ലീഡെടുത്തു. 13-ാം മിനിറ്റിൽ സാദിയോ മാനെയെ ഫൗൾ ചെയ്തതിന് ഇറാഖ് ഡിഫൻഡർ റുബിൻ സുലാക്ക ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയി. ഒരാളുടെ മുൻതൂക്കമുണ്ടായിട്ടും ആദ്യ പകുതിയിൽ കൂടുതൽ ഗോളുകൾ നേടുവാൻ സെനഗലിന് കഴിഞ്ഞിരുന്നില്ല. ഹാഫ് ടൈം 1-0 എന്ന നിലയിൽ അവസാനിച്ചു. പകരക്കാരായി വന്ന കളിക്കാർ മികച്ച പ്രകടനം പുറത്തെടുത്തതോടെ 2ാം പകുതി തുടങ്ങി. കേവലം 25 മിനിറ്റിനുള്ളിൽ സെനഗൽ 4 ഗോളുകൾ കൂടി അടിച്ചുകൂട്ടി. 56-ാം മിനിറ്റിലായിരുന്നു 2ാമത്തെ ഗോൾ പിറക്കുന്നത്. ഇറാഖ് താരം സിദാൻ ഇക്ബാലിന് സ്വന്തം ബോക്സിനു മുന്നിൽ വെച്ച് പറ്റിയ പിഴവ് ലാമിൻ കമാര മുതലെടുത്തു. കമാര നൽകിയ പാസ് സ്വീകരിച്ച് ഇസ്മായില സാർ അനായാസം പന്ത് വലയിലാക്കി. പകരക്കാരനായി കളത്തിലിറങ്ങി വെറും 89 സെക്കൻഡുകൾക്കുള്ളിൽ പെപ് ഗായ തന്റെ ആദ്യ ഗോൾ നേടി. 59-ാം മിനിറ്റിൽ ബോക്സിന്റെ വലതുഭാഗത്തു നിന്നും താരം തൊടുത്ത മനോഹരമായ ഇടതുകാൽ ഷോട്ട് ഇറാഖ് കീപ്പറേയും കീഴടക്കി പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറി. 71-ാം മിനിറ്റിൽ ബോക്സിന് തൊട്ടുപുറത്തു നിന്നും ഇതേ താരം തന്നെ ഉതിർത്ത ഒരു ഷോട്ടും ഇറാഖിന്റെ ഗോൾ വല ചലിപ്പിച്ചു. 82-ാം മിനിറ്റിൽ സെനഗൽ തങ്ങളുടെ 5ാമത്തെ ഗോൾ നേടി. 20 യാർഡ് അകലെ നിന്നും ലഭിച്ച പന്തുമായി മുന്നേറിയ ഇലിമാൻ എൻഡിയായ തൊടുത്ത തകർപ്പൻ ലോങ് റേഞ്ചർ ഗോളിലൂടെ സെനഗൽ തങ്ങളുടെ 5ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ 5 ഗോളുകൾ നേടുന്ന ആദ്യ ആഫ്രിക്കൻ രാജ്യമാണ് സെനഗൽ. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് എച്ചിലെ നിർണായക മത്സരത്തിൽ യുറഗ്വായ്ക്കെതിരെ സ്പെയിനിന് ജയം. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു സ്പെയിൻ ജയിച്ചത്. ആദ്യ പകുതി അവസാനിക്കുവാൻ മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ അലക്സ് ബൈനയാണ് സ്പെയിനിനു വേണ്ടി ഗോൾ നേടിയത്. ഇതോടെ 3 മത്സരങ്ങളിൽ നിന്ന് 2 ജയവും 1 സമനിലയുമായി 7 പോയിന്റുകളോടെ സ്പെയിൻ നോക്കൌട്ട് ഉറപ്പാക്കി. അതേസമയം 2 സമനിലയും 1 തോൽവിയുമായി 2 പോയിന്റ് മാത്രമുള്ള യുറഗ്വായ് ലോകകപ്പിൽ നിന്നും പുറത്തേക്ക്. 41-ാം മിനിറ്റിൽ മാർക്കോസ് ലൊറേന്റെ നൽകിയ അസിസ്റ്റിൽ നിന്നാണ് സ്പാനിഷ് മിഡ്ഫീൽഡർ അലക്സ് ബീന മനോഹരമായി തിരിഞ്ഞ് ബോക്സിന് പുറത്തുനിന്നുതിർത്ത ഷോട്ട് യുറഗ്വായ് ഗോൾ കീപ്പർ ഫെർണാണ്ടോ മുസ്ലാരിയുടെ കയ്യിൽ തട്ടി ഗോൾ വലയിലേക്ക് കയറിയത്. മുൻ മത്സരങ്ങളിലേതെന്നപോലെ തന്നെ 74% പന്ത് കൈവശം വെച്ച് മികച്ച പാസിംഗിലൂടെ ആദ്യ പകുതിയിൽ സ്പെയിൻ കളി നിയന്ത്രിച്ചു. ഹൈ പ്രസിംഗ് തന്ത്രങ്ങളിലൂടെ സ്പെയിനിനെ തടയുവാനായിരുന്നു യുറഗ്വായ് ശ്രമം. സൂപ്പർ താരം ഡാർവിൻ ന്യൂനസ് ആദ്യ പകുതിയിൽ ചില മുന്നേറ്റങ്ങൾ നടത്തുവാൻ കഴിഞ്ഞെങ്കിലും അവർക്ക് ഗോൾ കണ്ടെത്തുവാനായി സാധിച്ചില്ല. ഫിഫ ലോകകപ്പിലെ നിർണായക മത്സരത്തിൽ സൗദി അറേബ്യയെ സമനിലയിൽ തളച്ച് കാബോ വെർദെ നോക്കൌട്ട് റൗണ്ടിലേക്ക്.
കളിച്ച 3 മത്സരവും സമനിലയിൽ പിടിച്ചാണ് ഗ്രൂപ്പ് എച്ചിൽ 2ാം സ്ഥാനക്കാരായി കാബോ വെർദെ നോക്കൌട്ടിൽ കടന്നത്. യുറുഗ്വായെയും സ്പെയിനിനെയും സമനിലയിൽ തളച്ചതിനു പിന്നാലെയാണ് ലോകകപ്പിലെ കന്നിക്കാരായ കാബോ വെർദെ സൗദി അറേബ്യയെയും ഗോൾ രഹിത സമനിലപ്പൂട്ടിൽ കുരുക്കിയത്. നോക്കൌട്ടിൽ നിലവിലെ ചാമ്പ്യന്മാരായ ലയണൽ മെസ്സിയുടെ അർജന്റീനയാണ് കാബോ വെർദെയുടെ എതിരാളികൾ. സൗദി അറേബ്യയുമായുള്ള മത്സരത്തിന്റെ തുടക്കം മുതൽ കാബോ വെർദെ ആക്രമണം അഴിച്ചുവിട്ടു. സൗദിയുടെ ആക്രമണ ശ്രമങ്ങളെ ബുദ്ധിപൂർവ്വം തടുക്കുകയും ചെയ്തിരുന്നു. ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുൻപ് ലീഡെടുക്കുവാൻ കാബോ വെർദെ കിണഞ്ഞു ശ്രമിച്ചെങ്കിലും ഭാഗ്യം തുണച്ചില്ല. 2ാം പകുതി ആരംഭിച്ച ഉടൻ കാബോ വെർദെയുടെ പോസ്റ്റിലേക്ക് സൗദിയുടെ ആക്രമണമുണ്ടായെങ്കിലും കാബോ വെർദെയുടെ ഗോൾ കീപ്പർ ഒഴീഞ്ഞ തടഞ്ഞു. 47ാം മിനിറ്റിൽ കാബോ വെർദെ നടത്തിയ ഗോൾ ശ്രമം സൗദി ഗോൾ കീപ്പർ മുഹമ്മദ് അൽ ഉവൈസും തടഞ്ഞു. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ കാബോ വെർദെ നിരന്തരം സൗദി പോസ്റ്റിലേക്ക് ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഗോൾ മാത്രം അകന്നു. റഫറി ഫൈനൽ വിസിൽ മുഴക്കിയപ്പോൾ കാബോ വെർദെ 0, സൗദി അറേബ്യ 0. ഫിഫ ലോകകപ്പിന്റെ അടുത്ത മത്സരങ്ങളിൽ നാളെ പുലർച്ചെ 2:30 പനാമ ഇംഗ്ലണ്ടിനെ നേരിടുന്നു. പുലർച്ചെ 2:30 തന്നെ ക്രൊയേഷ്യ ഘാന പോരാട്ടം. രാവിലെ 5 മണിക്ക് പോർച്ചുഗൽ കൊളംബിയയെ നേരിടുന്നു. DR കോങ്കോ ഉസ്ബെക്കിസ്ഥാനെയും നേരിടുന്നു. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയ പോരാട്ടം. രാവിലെ 7:30 തന്നെ ജോർദാൻ അർജന്റീന പോരാട്ടവും. ഈ മത്സരങ്ങളോടെ 2026 ഫിഫ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടങ്ങൾ അവസാനിക്കുന്നു. എല്ലാ ഗ്രൂപ്പുകളിൽ നിന്നുമുള്ള 1ഉം 2ഉം സ്ഥാനക്കാരും എല്ലാ ഗ്രൂപ്പുകളിലെയും പോയിന്റ് നിലകൾ ക്രമമാക്കിയപ്പോൾ മികച്ച 3 8ാം സ്ഥാനക്കാരെയും ചേർത്താണ് റൗണ്ട് ഓഫ് 32 ആരംഭിക്കുന്നത്. റൗണ്ട് ഓഫ് 32വിൽ നിന്നും വിജയിച്ചു വരുന്ന 16 ടീമുകൾ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരു പന്ത്, ഒരു ലോകം. ലോകകപ്പ് വിശേഷങ്ങൾ. ലോകം ഒരു ഫുട്ബോളിലൂടെ ഒന്നിക്കുമ്പോൾ ലോകകപ്പ് പോരാട്ടങ്ങളുടെ അവലോകനവുമായി റേഡിയോ മാറ്റുലി നിങ്ങളോടൊപ്പം. ഒരു പന്ത്, ഒരു ലോകം.